ഹായ് ഫ്രണ്ട്സ്, ഇത് ഷബ്നം ഷാഹിർ ഓറയിൽ നിന്നാണ്. ഇന്ന് എന്റെ കൂടെ ആരാ ഉള്ളത്? റെയിൻ പാപ്പ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. എന്താ കാര്യം എന്നല്ലേ, റെയിൻ പാപ്പാക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റർ സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ അവനിത് ഓൺലൈനിൽ ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം 599 699 റേറ്റിൽ വരും. അത് നമുക്കൊരു വോട്ടും വേർത്തല്ല. സോ ഞാൻ റെയിൻ പാപ്പാനോട് പറഞ്ഞു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാന്ന്. എന്റെ ഈശ്വരന്മാരെ പറഞ്ഞു കൊടുത്തത് അബദ്ധമായി എന്നാണ്. തൊട്ട് പറകിൽ പിടിച്ചേക്കണാണ് വള്ളി പോലെ. അപ്പൊ ഇന്ന് തന്നെ കൈയോടെ തന്നെ ഞായറാഴ്ച ആയിട്ട് ഷോപ്പിൽ കൊണ്ടുവന്നേക്കാണ് അവന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ എന്റെ വീഡിയോ കാണാൻ തുടർന്ന് വീഡിയോ ഒക്കെ കാണണം കേട്ടോ. കാണാൻ വേണ്ടി എന്ത് ചെയ്യണം ഇപ്പൊ പറഞ്ഞു കൊടുത്തേ? ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, കമന്റ് ചെയ്യണം, ബെൽ അമർത്തണം, വെയിറ്റ് ആൻഡ് സീ ദ വീഡിയോ. ഹലോ ഗായ്സ്, അപ്പോൾ രണ്ടും ഒരേ അളവിലുള്ള 2 സ്ക്വയർ ടർക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കട്ടിയുള്ള തുണിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എന്നാലും ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനത് കോൺ പോലെ ഒരു ടർക്കിയുടെ മേൽ പാരലായിട്ട് തന്നെ കോണായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് ഇനി അത് നേരെ കൊണ്ടുപോയി നമുക്ക് ഒന്ന് റോൾ ചെയ്ത് നോക്കാം എങ്ങനെ കിട്ടുമെന്നുള്ളത്. ശേഷം നേരെ സ്റ്റിച്ചിങ് യൂണിറ്റിൽ ചെന്ന് ഞാനിപ്പോൾ ഇട്ട് അതുപോലെ തന്നെ ടർക്കി ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നേരെ കോണെല്ലാം സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് സേഫ്റ്റി പിന്ന് കൊണ്ട് ആദ്യം മെഷർമെൻറ്റിൽ കറക്റ്റ് ക്ലോത്ത് ഇട്ടതിന് ശേഷം ഓരോ സ്റ്റിച്ച് ചെയ്യേണ്ട പോർഷനിൽ നമുക്കൊന്ന് സേഫ്റ്റി പിന്ന് കൊണ്ട് സെക്യൂർ ചെയ്യാം. എന്നിട്ട് എല്ലാ കോർണറും സ്റ്റിച്ച് ചെയ്ത് വെക്കുക. വളരെ ചെറിയ നേരത്തെ പണിയുള്ളൂ. പക്ഷേ അത് കറക്റ്റ് ലെവലിൽ തന്നെ ചെയ്യണം. അത് സെക്യൂർ ആക്കി ഓരോ പിന്ന് കൊണ്ട് സേഫ്റ്റി പിന്ന് കൊണ്ട് ഞാൻ ഓരോ മൂലയും സെക്യൂർ ആക്കി വെക്കണേണ്. അതിനുശേഷമാണ് ഞാൻ ആ കോർണറിൽ കൂടെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഒന്ന് ലോക്ക് ഇട്ടതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കോർണറിൽ 4 സൈഡിലും അങ്ങനെ നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണേണ്. പിന്നെ ഇത് കണ്ടിന്യൂറ്റി ഒന്നും ചെയ്യൂല കേട്ടോ. റെയിൻ പാപ്പയ്ക്ക് എല്ലാം കുറച്ച് നേരത്തെ കളിക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇനിഷ്യേറ്റ് ചെയ്ത് വാങ്ങി കൊടുക്കാത്തത്. കാരണം അവൻ അത് ചെയ്തു ഇവന് ഇത് ചെയ്തു എന്ന് പറഞ്ഞത് വന്ന് കാണിക്കണം. അല്ലാണ്ട് ഇവന് ഇഷ്ടപ്പെട്ട് ചെയ്യണ കാര്യങ്ങളൊന്നുമല്ല. 2 മിനിറ്റ് എന്ത് ടോയ്സ് വാങ്ങിച്ചു കൊടുത്താലും 2-3 മിനിറ്റ് ഇത് കളിച്ചതിന് ശേഷം പിന്നെ അതിന്റെ സ്ഥാനം ബാസ്ക്കറ്റിൽ. ഇതാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് റൈനിപ്പാപ്പാക്ക് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കലാണ് പതിവ്. പിന്നെന്താ, എന്നെ ആ സമയത്തിന് കിട്ടില്ല. അതാണ് അവന് ഏറ്റവും ദേഷ്യമായ കാര്യം. എന്നിരുന്നാലും മാക്സിമം ചെയ്ത് കൊടുക്കാനൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റിച്ചിങ് ചെയ്ത് നല്ല എല്ലാം ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്യണേ കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അത്യാവശ്യം സ്റ്റിച്ചിങ് കഴിഞ്ഞതിൻ്റെ ഫൈനൽ ലുക്കാണേ. ഞാൻ കറക്കി നോക്കാം. ഇത് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവും. നോക്കട്ടെ.